നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു മൂവി റിവ്യൂവുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. സാധാരണയായിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോകളിൽ നിന്നിട്ട് വ്യത്യസ്തമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ. അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ അപാകതകൾ കാണാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ഞാനൊരു ഒഫീഷ്യലായിട്ട് മൂവി റിവ്യൂ ചെയ്യുന്നൊരു വ്യക്തിയല്ല. എങ്കിലും നസ്ലിൻ്റെ മോളിവുഡ് ടൈംസ് കാണാനായിട്ടിടയായിട്ടുള്ള ആ ഒരു കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിച്ച് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. നസ്ലൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന ഈ ഒരു സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നെയിം എന്ന് പറയുന്നത് വിനീത് മാധവൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ വിനീത് മാധവൻ എന്ന് പറയുന്ന വ്യക്തി ചെറിയ കാലം മുതൽ ഏകദേശം ഒരു 5ാം ക്ലാസ് പരുവം മുതൽ ആഗ്രഹിച്ചു വരുന്ന ഒരു കാര്യം പ്ലസ് വൺ മുതൽ ഏകദേശം ഒരു 10-25 വയസ്സ് വരെ ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു ജേണി, ഇതെല്ലാമാണ് ഈ ഒരു സിനിമയിൽ കൂടെ പറയുന്നത്. സിനിമാ മോഹവുമായിട്ട് നടക്കുന്ന ഒട്ടനവധി യുവാക്കളുടെ ഒരു കഥ തന്നെയാണ് ഈ ഒരു സിനിമയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും പോസിറ്റീവിനോടൊപ്പം തന്നെ നെഗറ്റീവ് റിവ്യൂവും ഇതിനകത്ത് പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോഴത്തേക്കും അത് അത്യാവശ്യം നമുക്കിങ്ങനെ ക്യൂരിയസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു ഹാഫായിരുന്നു ഫസ്റ്റ് ഹാഫ്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും ഇച്ചിരി ലാഗ് അടുപ്പിക്കുന്നത് പോലെ തോന്നി. കാരണം ഒരു 3 മണിക്കൂറത്തേക്കുള്ള ഒരു സിനിമയിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു റിപ്പീറ്റേഷൻ ഭയങ്കര നമുക്കൊരു ആവർത്തന വിരസത എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ട്. അതാണ് ഒരു നെഗറ്റീവായിട്ട് പറയാനായിട്ടുള്ളത്. ഇനി പോസിറ്റീവിലേക്ക് വരാൻ നേരത്ത് ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു രക്ഷയില്ലാത്ത ഡയറക്ഷനാണ് ചെയ്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ആരാണ് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ് എന്ന് പറയുന്ന ആ ഒരു സിനിമ ചെയ്തിട്ടുള്ള അതേ ഡയറക്ടറാണ് അഭിനവ് സുന്ദർ നായക്. അദ്ദേഹത്തിൻ്റെ പേരിതാണ്, അഭിനവ് സുന്ദർ നായക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഗത്ഭമായിട്ടുള്ള ഒരു സംവിധാന മികവും കൂടെ ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു ഭയങ്കര നല്ല ഒരു ക്ലൈമാക്സിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ആ ഒരു ക്ലീഷേ സാധനത്തിൽ നിന്നിട്ട് പരാജയപ്പെട്ടവരുടെ കൂടെയാണ് ഈ ഒരു ലോകം എന്ന് വിളിച്ചോതി പറയുന്ന ഒരു സിനിമയായിട്ടാണ് ഈ ഒരു സിനിമയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം പരാജയം എന്ന് പറയുന്നത് എല്ലാവർക്കും താല്പര്യപ്പെടുന്നൊരു കാര്യമല്ല. പക്ഷേ പരാജയം സമ്മതിച്ചല്ലെങ്കിൽ പരാജയപ്പെട്ടവരുടെ കൂടെയാണ് ഈ ലോകം എന്ന് പറയുന്ന ആ ഒരു മെസ്സേജാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്. പിന്നെ മറ്റൊരു ആംഗിളിൽ നിന്ന് നോക്കാൻ നേരത്ത് നമുക്ക് പല തരത്തിൽ നമ്മൾ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടും. നമ്മളെ ഒരുപാട് പേര് ചതിക്കും, ഒരുപാട് പേര് നമ്മളെ പറ്റിക്കും. നമുക്ക് ഇപ്പം കിട്ടും, അതായത് ഈ മറ്റേ കപ്പിനും ചുണ്ടിനും ഇടയിലെന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലൊക്കെ നമ്മളെത്തും. എന്നിട്ടും നമ്മൾ പരാജയപ്പെട്ടു പോകുന്ന ആ ഒരു അവസ്ഥയൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ഒരു സിനിമയിൽ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. ആ ഒരു അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോയവർക്ക് ഈ ഒരു സിനിമ ശരിക്കും നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ PSC ഒക്കെ പഠിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ആ ഒരു പരാജയങ്ങളുടെ ആ ഒരു കിടപ്പ് വശം ഏത് തരത്തിലാണെന്നുള്ളതും ഈ ഒരു സിനിമയിൽ കൂടെ നമുക്ക് നമ്മളുടെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാകുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു സിനിമയിൽ ഒരു ഡാൻസ്, ഒരു പാട്ടും ഒരു പാട്ടാണുള്ളത്. അതിനകത്ത് നല്ല രീതിയിൽ നസ്ലിൻ്റെ ഡാൻസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നന്നായിട്ട് നസ്ലിൻ അതിനകത്ത് ഡാൻസ് ചെയ്യുകയും അങ്ങനെയൊക്കെയുള്ള എൻഗേജിങ് ആയിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഉണ്ട്. പിന്നെ നസ്ലിൻ്റെ ഒരു ഇതുവരെയുള്ള ക്യാരക്ടറിൽ വെച്ചിട്ട് ഏറ്റവും ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഈ ഒരു സിനിമയിൽ നസ്ലിനെ തോന്നിയിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നിയത് ഇതുവരെ മലയാള സിനിമയിൽ ഇതുപോലത്തെ ഒരു ഐറ്റം ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല. കാരണം മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു സിനിമയിലുള്ള ആ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇതിൻ്റെ അകത്തും ഉണ്ട്. അതായത് പെർഫെക്ഷന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന വിനീത് മാധവനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് വെറും ഒരു ഡയറക്ടറായിട്ടല്ല അദ്ദേഹത്തിനെ തന്നെ ആഗ്രഹിക്കുന്നത്. പകരം ലോകം അറിയപ്പെടുന്ന ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു അല്ലെങ്കിൽ ഏറ്റവും മികവാർന്ന അല്ലെങ്കിൽ മഹത്വമുള്ള ഒരു ഡയറക്ടറായിട്ട് എന്നെ അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു സാധനമാണ് ഇതിനകത്ത് കിട്ടുന്നത്. അതായത് വെറുതെ ജയിച്ചാൽ പോരാ, ഒരു പടി മുന്നിൽ ജയിക്കണം എന്ന് പറയുന്ന ആ ഒരു ആഗ്രഹമുള്ള ഒരു മനുഷ്യനായിട്ടാണ് ഇതിനകത്ത് വിനീത് മാധവൻ അഭിനയിക്കുന്നത്. അപ്പോൾ സ്റ്റോറി ലൈനും കാസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിടിലം തന്നെയാണ്. പിന്നെ നമ്മളുടെ
ഈ പറയുന്ന പോലെ വിനീത് മാധവൻ എന്ന് പറയുന്ന ക്യാരക്ടറിനോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ എന്താണ് ഇടയിലൊരു ചെറിയ ക്യാരക്ടറായിട്ട് വിനീത് ശ്രീനിവാസൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പടം ലാഗാണെന്നുണ്ടെങ്കിൽ പോലും സ്റ്റോറി ലൈനും ആശയവും കാര്യങ്ങളും ഒക്കെ ഈ ഐറ്റം നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാഗ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ലാഗ് തന്നെയുണ്ട്. പറയുമ്പോഴത്തേക്കും ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ നല്ല ലാഗുണ്ട്. നല്ല ലാഗുള്ള ഒരു ഫിലിം തന്നെയാണ്. കാരണം 3 മണിക്കൂർ നമുക്ക് ഇതേ സെയിം സാധനം തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് കാണുകയും അതിനകത്ത് പ്രത്യേകിച്ച് നമുക്കിങ്ങനെ ആകാംക്ഷ തോന്നുന്ന ഒരു കാര്യമോ ഒന്നും ഇല്ലാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഒരു ബോറടിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് വരുന്നുണ്ട്. മറ്റൊരു തരത്തിൽ ചെയ്തു വച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് കിടില സിനിമ ആയേനെ എന്നെനിക്ക് തോന്നിയൊരു സ്റ്റോറി ലൈനാണ് കേട്ടോ. പിന്നെ വൺ ടൈം വാച്ചിന് കൊള്ളാവുന്നൊരു സിനിമ, അത്രേ പറയാൻ പറ്റത്തുള്ളൂ. ഒരു ആവറേജ് മൂവി എന്നുള്ള നിലയ്ക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് മൂവിയാണ്. സ്റ്റോറി ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്കായാണ്. അതാണ് ഈ ഒരു സിനിമയെക്കുറിച്ചിട്ട് എൻ്റെ ജെന്യുവനായിട്ടുള്ളൊരു അഭിപ്രായം.